പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഇസ്രായേലിനെക്കുറിച്ചും ഫലസ്തീനെക്കുറിച്ചും ആകുലപ്പെടുകയാണ്. ലോകം മുഴുവൻ അവിടെ ഒഴുകുന്ന രക്തത്തെക്കുറിച്ച് സംസാരിക്കുകയാണ്. എന്നാൽ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഈ ഭൂമിയിൽ എവിടെയാണ് യുദ്ധമില്ലാത്തത്? മനുഷ്യൻ്റെ ചരിത്രം എന്നത് തന്നെ യുദ്ധങ്ങളുടെ ചരിത്രമല്ലേ? മനുഷ്യൻ പണ്ടേ ഒരു തരം കളി പഠിച്ചിട്ടുണ്ട്. പേരുകൾ മാറ്റി മാറ്റി കളിക്കുക. ഒരിടത്ത് അത് ഹിന്ദുവും മുസ്ലിമും തമ്മിലാണെങ്കിൽ മറ്റൊരിടത്ത് അത് ക്രിസ്ത്യാനിയും ജൂതനും തമ്മിലാണ്. ലേബലുകൾ മാറി മാറി വരുന്നു. പുറമേയുള്ള വസ്ത്രങ്ങൾ മാറുന്നു, പക്ഷേ ഉള്ളിലെ അജ്ഞതയും അക്രമവും മാറുന്നില്ല. ആയിരക്കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞിട്ടും മനുഷ്യൻ ഇന്നും ആ പഴയ മൃഗമായി തന്നെ തുടരുന്നു. ജൂതന്മാർക്കും മുസ്ലിമുകൾക്കുമിടയിൽ, അറബികൾക്കുമിടയിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ ഒരു പുതിയ കാര്യമല്ല. ഇത് ലോകമെമ്പാടും വ്യത്യസ്ത പേരുകളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഹിന്ദുക്കളും മുസ്ലിമുകളും തമ്മിലും ക്രിസ്ത്യാനികളും ജൂതന്മാരും തമ്മിലും പേരുകൾ മാത്രമേ മാറുന്നുള്ളൂ. രണ്ടാം ലോക മഹായുദ്ധത്തിനു ശേഷം റോക്ക് സ്ഥിതി ചെയ്യുന്ന ജെറുസലേമിലും ഇസ്രായേൽ എന്ന ചെറിയ രാജ്യത്തും, അതായത് നൂറ്റാണ്ടുകളായി നിലനിൽക്കാതിരുന്ന ഒരിടത്ത് മുസ്ലിമുകൾ അധികാരം പിടിച്ചെടുത്തിരുന്നു. അവിടെ ഫലസ്തീൻ എന്നൊരു രാജ്യമുണ്ടായിരുന്നു. എന്നാൽ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ജെറുസലേമും ഫലസ്തീനും അമേരിക്കൻ ബ്രിട്ടീഷ് സേനകളുടെ കീഴിലായി. അവിടെ അമേരിക്ക നിങ്ങൾക്ക് സങ്കല്പിക്കാൻ കഴിയുന്നതിലും വെച്ച് ഏറ്റവും വൃത്തികെട്ട രാഷ്ട്രീയം കളിച്ചു. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഇസ്രായേൽ എന്നൊരു രാഷ്ട്രം ഉണ്ടായതിനെക്കുറിച്ച് നിങ്ങൾക്കറിയാമോ? അതൊരു രാഷ്ട്രീയ ഗൂഢാലോചനയായിരുന്നു. നൂറ്റാണ്ടുകളായി നിലവിലില്ലാത്ത ഒരു രാജ്യത്തെ അമേരിക്കയും ബ്രിട്ടനും ചേർന്ന് മുസ്ലിം ജനതയുടെ നെഞ്ചിൽ വെട്ടിമുറിച്ചുണ്ടാക്കുകയാണ് ചെയ്തത്. മോശയുടെ കാലത്ത് അവിടെ ജൂതന്മാർ ഉണ്ടായിരുന്നു. അതൊരു ചരിത്രമാണ്. എന്നാൽ കാലം മാറി. നൂറ്റാണ്ടുകളോളം ആ മണ്ണ് മുസ്ലിമുകളുടേതായിരുന്നു. 94% ഭൂമിയും അവരുടേതായിരിക്കെ വെറും 6% മാത്രം കൈവശമുണ്ടായിരുന്ന ജൂതന്മാർക്ക് അവിടെ എങ്ങനെ ഒരു പരമാധികാര രാഷ്ട്രം നൽകാൻ കഴിയും? പക്ഷേ തോക്കിൻ മുനയിൽ അവർ അത് സാധിച്ചെടുത്തു. അമേരിക്ക ജൂതന്മാരെ സഹായിക്കുകയാണ്. അങ്ങനെ നിങ്ങൾ കരുതുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്ക് തെറ്റി. അമേരിക്ക കളിച്ചത് ലോകം കണ്ടിട്ടുള്ളതിൽ ഏറ്റവും വൃത്തികെട്ട രാഷ്ട്രീയ കളിയാണ്. അമേരിക്കയിലെ ഏറ്റവും വലിയ ധനികർ ജൂതന്മാരാണ്. അത് സമ്മതിക്കാതെ വയ്യ. അവർക്ക് അവിടുത്തെ രാഷ്ട്രീയക്കാരെ വിലക്കെടുക്കുവാൻ പോലും കഴിയും. ഈ സമ്പന്നരായ ജൂതന്മാരുടെ സ്വാധീനത്തിൽ നിന്ന് രക്ഷപ്പെടാനും അവരുടെ പണം തങ്ങളുടെ തെരഞ്ഞെടുപ്പ് ഫണ്ടുകളിലേക്ക് എത്തിക്കാനുമാണ് അമേരിക്ക ഈ വാഗ്ദത്ത ഭൂമി എന്ന മോഹം അവർക്ക് നൽകിയത്. അവരെ അവിടെ നിന്ന് ഓടിക്കാനുള്ള ഒരു വഴി മാത്രമാണ് ഇതെന്ന് അവരും മനസ്സിലാക്കുന്നില്ല. ഇത് അമേരിക്കയുടെ തന്ത്രമാണ്. പ്രോമിസ് ചെയ്യപ്പെട്ടിരുന്ന ഒരു ഭൂമി അവർക്ക് നൽകുക എന്നൊരു വലിയ സഹായം അമേരിക്ക ചെയ്യുന്നു എന്നതുപോലെയാണ് കാര്യങ്ങൾ ഉരുത്തിരിഞ്ഞു വരുന്നത്. സത്യത്തിൽ അഡോൾഫ് ഹിറ്റ്ലറേക്കാൾ വലിയ ക്രൂരതയാണ് അമേരിക്ക ജൂതന്മാരോട് ചെയ്യുന്നത്. ഹിറ്റ്ലർ അവരെ ഗ്യാസ് ചേമ്പറിലിട്ട് പെട്ടെന്ന് കൊന്നൊടുക്കി. എന്നാൽ അമേരിക്ക അവരെ ഒരു നിരന്തരമായ മരണക്കെണിയിലേക്ക് തള്ളിയിടുന്നു. ചുറ്റുമുള്ള ലക്ഷക്കണക്കിന് വരുന്ന മുസ്ലിം ജനതയുടെ ശത്രുതയ്ക്ക് നടുവിലേക്ക് ഒരു ചെറിയ തുണ്ട് ഭൂമിയിൽ അവരെ തളച്ചിടുന്നു. ഇനി അവർക്കൊരിക്കലും സമാധാനമായി ഉറങ്ങാൻ കഴിയില്ല. ഓരോ ദിവസവും അവർക്ക് ആയുധങ്ങൾക്കായി അമേരിക്കയെ ആശ്രയിക്കേണ്ടി വരും. അമേരിക്കയിലെ സമ്പന്നരായ ജൂതന്മാർക്ക് തങ്ങളുടെ അധ്വാനം മുഴുവൻ ഇസ്രായേലിൻ്റെ നിലനിൽപ്പിനായി അയച്ചു കൊടുക്കേണ്ടി വരും. ആ പണം തിരികെ എത്തുന്നത് എങ്ങോട്ടാണെന്ന് അറിയാമോ? അമേരിക്കൻ ആയുധ കമ്പനികളിലേക്ക്. ഇതൊരു വലിയ ചതിയാണ്. തായ്വാൻ്റെ കാര്യത്തിൽ ചെയ്തതുപോലെ എന്നെങ്കിലും അമേരിക്ക തങ്ങളുടെ ലാഭം കുറയുന്നത് കണ്ടാൽ ഈ പിന്തുണ പോലും പിൻവലിക്കും. അന്ന് ഇസ്രായേലിൽ ഒരു ജൂതൻ പോലും ബാക്കിയുണ്ടാകില്ല. മതം മനുഷ്യനെ അന്ധനാക്കുകയാണ്. രാഷ്ട്രീയം അവനെ ആ അന്ധതയിൽ നിന്നുകൊണ്ട് തന്നെ ചൂഷണം ചെയ്യുകയാണ്. എൻ്റെ ദൃഷ്ടിയിൽ ഭൂമി ആരുടേതുമല്ല. മനുഷ്യൻ മണ്ണിൽ വരച്ച് അതിനെ എൻ്റെ രാജ്യം എന്ന് വിളിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ആ വരകൾക്ക് മുകളിലൂടെയാണ് രക്തമൊഴുകുന്നത്.
ഈ ഭൂമി സൂര്യപ്രകാശം പോലെ എല്ലാവർക്കും അവകാശപ്പെട്ടതാണ്. പക്ഷേ പുരോഹിതന്മാരും രാഷ്ട്രീയക്കാരും നിങ്ങളെ വിഭജിച്ചു നിർത്തിയിരിക്കുന്നു. ഈ ഭ്രാന്ത് അവസാനിപ്പിക്കണമെങ്കിൽ മനുഷ്യൻ മതങ്ങൾക്കും അതിർത്തികൾക്കും അപ്പുറം ചിന്തിച്ചു തുടങ്ങണം. സ്നേഹത്തിന് അതിരുകളില്ല, ബോധത്തിന് ഭൂപടങ്ങളില്ല. നിങ്ങളൊരു ഹിന്ദുവായോ മുസ്ലിമായോ ജൂതനായോ ഇരിക്കുന്നിടത്തോളം അത്രയും കാലം ഈ ഭൂമിയിൽ യുദ്ധങ്ങൾ അവസാനിക്കില്ല. നിങ്ങൾ വെറും ഒരു മനുഷ്യനായി മാറുമ്പോൾ മാത്രമേ സമാധാനം പുനഃസ്ഥാപിക്കപ്പെടൂ. മതിയാക്കൂ ഈ ഭ്രാന്ത്. ഉണരൂ.